പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപയാൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം നമ്മെ ഓരോ നിമിഷവും സ്നേഹിക്കുന്ന സ്നേഹത്തിന് നന്ദി പറയാം. സ്നേഹത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയാണ് കുരിശിലെ യാഗം. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയാണ് കുരിശിലെ യാഗം. എൻ്റെ ദൈവം എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഇരു കരങ്ങളും വിരിച്ചുകൊണ്ട് പറയുകയാണ്: മകനെ, മകളെ, ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു. നാം പാപിയായിരുന്നിട്ടും, നാം ദോഷികളായിരുന്നിട്ടും ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ സന്തോഷത്തോടെ നമുക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കാം. കർത്താവേ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ യോഗ്യനല്ല. കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാൻ കുറവുള്ളവനാ, ബലഹീനനാ. കർത്താവേ, എന്നിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു യോഗ്യതയുമില്ല. പാപിയായ, കുറവുള്ളവനായ, മഹാപാപിയായ എന്നെ ഇത്രമാത്രം സ്നേഹിപ്പാൻ നീ എന്നോട് കാണിച്ച സ്നേഹത്തിനായി നന്ദി യേശുവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. യേശുവിനെ കണ്ടുകൊണ്ട് ആഗ്രഹത്തോട് പറയാം: യേശുവേ, നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. കർത്താവേ, നീ എന്നെ സ്നേഹിച്ച സ്നേഹത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. കർത്താവേ, ഞാൻ യോഗ്യനല്ല യേശുവേ നിന്റെ സ്നേഹം പ്രാപിപ്പാൻ. യേശുവേ, സ്നേഹം പ്രാപിപ്പാൻ ആമേൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. യേശുവിനെ കണ്ടുകൊണ്ട് പറയാം: ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. എൻ്റെ യേശുവേ, ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. കർത്താവേ, എങ്കിലും നീ സ്നേഹിച്ചു, നീ എന്നെ മാനിച്ചല്ലോ. ദൈവമേ, എങ്കിലും നീ മാനിച്ചു. യേശുവേ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്രമാത്രം സ്നേഹിപ്പാൻ എന്ത് യോഗ്യതയുണ്ട് കർത്താവേ. നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഈ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കാം. നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. കർത്താവിന്റെ വചനം പറയുന്നു: ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയത്തിന്റെ നിരൂപണം എപ്പോഴും ദുഷിച്ചതെന്ന് ദൈവം കണ്ടു. മനുഷ്യനെ ഉണ്ടാക്കിയതിൽ ദൈവം അനുതപിച്ചു, ദൈവം വേദനിച്ചു. കർത്താവേ, ഞങ്ങളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയ പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞങ്ങളുടെ നിരൂപണങ്ങളെല്ലാം ദോഷം നിറഞ്ഞതായിരുന്നു, പാപം നിറഞ്ഞതായിരുന്നു. എന്നിട്ടും നീ ഞങ്ങളെ സ്നേഹിച്ച നിന്റെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, പാപിയായിരുന്നിട്ടും ഞങ്ങളെ സ്നേഹിച്ച നിന്റെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ,
യേശുവേ ഞങ്ങൾ ഏറ്റുപറയുന്നു. ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു, എന്തിലും നീ ഞങ്ങളോട് കരുണ കാണിച്ചല്ലോ. കനിഞ്ഞു നീ യേശുവേ, ക്ഷമിച്ചു നീ എന്റെ യേശുവേ, കനിഞ്ഞു നീ എങ്കിലും ക്ഷമിച്ചു. ഇത്രമാത്രം ഞങ്ങൾ സ്നേഹിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ, ദൈവമായ കർത്താവേ, നിന്റെ ദൈവരാജ്യത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന മരമായി ഈ ഭൂമി ഞങ്ങളെ നീ സൃഷ്ടിച്ചു. എങ്കിലും കർത്താവേ, ഞങ്ങളിൽ ആത്മാവിന്റെ ഫലം പുറപ്പെടാത്തത് കൊണ്ട് ഞങ്ങളെ വെട്ടിക്കളയുവാൻ നീ ആഗ്രഹിച്ചപ്പോൾ, വെട്ടല്ല പിതാവേ, വെട്ടല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപത്തിന്റെ അനന്തരഫലമായ മരണത്തെ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, നാട്ടൊലിവായി ഞങ്ങളെ കർത്താവേ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നീ ഒരുക്കിയ നിന്റെ വൻ കൃപയ്ക്കായി നന്ദി പറഞ്ഞ് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവേ, യേശുവേ, എങ്കിലും ഈ കൊമ്പിനെ യേശുവേ, ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനാണ് നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവേ, യേശുവേ, യേശുവേ, ലോകത്തിന്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് പാപം ചെയ്ത് ദൈവത്തിന്റെ ശത്രുവായി ജീവിച്ച ഞങ്ങളെ നിന്റെ വലിയ കൃപയാൽ, നിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തു. യേശുവേ, എന്നിട്ട് ഞങ്ങൾ വീണുപോയി. കർത്താവേ, പാപത്തിന്റെ അടിമനുഖത്തിൽ ഞങ്ങളെ വീണ്ടെടുത്ത വിലയ്ക്ക് വാങ്ങി ഞങ്ങൾ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓരോ ബലിയിലും ഞങ്ങൾക്ക് വേണ്ടി കീറി മുറിക്കപ്പെടുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവേ, റോമലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിന്റെ രക്തം ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശുവേ, ഞങ്ങൾ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കുവാനായി ഞങ്ങൾക്ക് വേണ്ടി പരസ്യമായി ഒഴുകുന്ന അവിടുത്തെ രക്തം ഞങ്ങളിലേക്ക് ഒഴുക്കി ഞങ്ങളെ കഴുകണമേ. യേശുവേ, ഞങ്ങൾ പാപികളാണെന്ന് സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി രക്തമൊഴുക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവേ, ഞങ്ങളുടെ പാപങ്ങളെ നിന്റെ കരങ്ങളിലേക്ക്, നിന്റെ തിരുമുറിവിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പാപികളായി ഞങ്ങളെ വിശുദ്ധീകരിക്കുമാറാകണമേ.
യേശുവേ, ഞങ്ങൾ പാപികളാണെന്ന് സമ്മതിച്ച് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു കർത്താവേ. നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു. യേശുവേ, ദോഷമായി നിരൂപിച്ചു ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും നീ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചല്ലോ. യേശുവേ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹത്തിനായി, ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. യേശുവേ, ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ യോഗ്യനല്ല യേശുവേ നിന്റെ സ്നേഹം പ്രാപിപ്പാൻ, നിന്റെ കരുണ പ്രാപിപ്പാൻ. കർത്താവേ, ഞങ്ങൾ പാപികളാണെന്ന് സമ്മതിക്കുന്നു കർത്താവേ. അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാക്കി ഞങ്ങൾ രൂപാന്തരപ്പെടുത്തുന്ന അവിടുത്തെ വലിയ സ്നേഹത്തിനായി, അവിടുത്തെ വലിയ കൃപകൾക്കായി ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ. യേശുവേ, നിന്റെ വലിയ സ്നേഹത്തിനായി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത് നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന, നിത്യമായ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുന്ന നിന്റെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളെങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളെങ്ങേക്ക് മഹത്വം കരുറ്റുന്നു. കർത്താവിന്റെ വചനം പറയുന്നു, എഫീസ്യ ലേഖനം 6-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന, തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാ പൈശാചിക ആധിപത്യങ്ങളെ ജയിക്കുവാൻ വേണ്ട കൃപ, ശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. യാക്കോബിൻ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം, കർത്താവിന്റെ വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുധമാണ് യേശുവിന്റെ നാമം, യേശുവിന്റെ രക്തം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, അഭിഷേകം. ഇതിനാശ്രയിച്ചുകൊണ്ട് നമുക്ക് ആഗ്രഹത്തോടെ നമുക്കെതിരെ മത്സരിക്കുന്ന എല്ലാ പാപത്തിന്റെയും ലോകത്തിന്റെയും പിശാചിന്റെയും ആധിപത്യങ്ങൾ ജയിക്കുവാൻ, സർവായുധ വർഗം ധരിക്കുവാൻ, ദുഷ്ടാത്മസേനയോട് പോരാടുവാനുള്ള ശക്തി പ്രാപിക്കുവാൻ നമുക്ക് ദൈവസനിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കവനെ ആരാധിക്കാം. കർത്താവേ, നിന്റെ അമിത ബലത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. വലിയ ആഗ്രഹത്തോടെ യേശുവിന്റെ ശക്തിയാൽ നിറയുവാൻ, ദുഷ്ടാത്മസേനയോട് ജയിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുവാൻ നമുക്ക് ആഗ്രഹത്തോടെ പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ, അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾ നിറയട്ടെ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. ആഗ്രഹത്തോടെ കർത്താവിനെ പാടി ആരാധിക്കാം. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. യേശുവിൻ ശക്തിയാൽ നിറയട്ടെ, നിറയട്ടെ.
ശക്തിയാൽ യേശുവിൻ ശക്തിയാൽ നിറയട്ടെ ആമേൻ യേശു രക്തത്തിൻ ശക്തിയാൽ നിറയട്ടെ യേശുവേ യേശുവിൻ ശക്തിയാൽ നിറയട്ടെ യേശു രക്തത്തിൻ ശക്തിയാൽ നിറയട്ടെ ദുഷ്ടാത്മസേനയോട് എതിർപ്പാൻ ദുഷ്ടാത്മസേനയോട് എതിർത്തു നിൽപ്പാൻ യേശുനാമത്തിൻ ശക്തിയാൽ നിറയട്ടെ ആമേൻ ദുഷ്ടാത്മസേനയോട് എതിർത്തു നിൽപ്പാൻ യേശുനാമത്തിൻ ശക്തിയാൽ നിറയട്ടെ 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 ഞങ്ങൾ നിറയട്ടെ യേശുവിൻ ശക്തിയാൽ നിറയട്ടെ 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 ഞങ്ങൾ നിറയട്ടെ യേശുവിൻ ആത്മാവാൽ നിറയട്ടെ നമ്മുടെ പാപത്തിലേക്ക് ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് നയിക്കുന്ന എല്ലാ പൈശാചി ആധിപത്യങ്ങളും ജയിക്കുവാൻ വിശുദ്ധി എന്ന പരിച ധരിക്കാം. യേശുവിന്റെ നാമത്തിൽ എല്ലാ ആസക്തികളും ജയിക്കുവാൻ യേശുവിന്റെ ശക്തിയാൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നിറയുവാൻ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിചയ ജയിക്കട്ടെ ആസക്തി നിറയും ജഡത്തിൻ ശക്തി യേശുവിൻ രക്തം നിറയട്ടെ പാപം നിറയും ലോകത്തിൻ ശക്തി വിശുദ്ധിയ പരിചയ ജയിക്കട്ടെ ആസക്തി നിറയും ജഡത്തിൻ ശക്തി യേശുവിൻ രക്തം നിറയട്ടെ യേശുവിൻ ശക്തിയാൽ യേശുവിൻ ശക്തിയാൽ നിറയട്ടെ യേശു രക്തത്തിൻ ശക്തിയാൽ നിറയട്ടെ യേശുവിൻ ശക്തിയാൽ നിറയട്ടെ യേശു രക്തത്തിൻ ശക്തിയാൽ നിറയട്ടെ ദുഷ്ടാത്മസേനയോട് എതിർത്തു നിൽപ്പാൻ ദുഷ്ടാത്മസേനയോട് എതിർത്തു നിൽപ്പാൻ യേശുനാമത്തിൻ ശക്തിയാൽ നിറയട്ടെ ദുഷ്ടാത്മസേനയോട് എതിർത്തു നിൽപ്പാൻ യേശുനാമത്തിൻ ശക്തിയാൽ നിറയട്ടെ 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 ഞങ്ങൾ നിറയട്ടെ യേശുവിൻ ശക്തിയാൽ യേശുവിൻ ശക്തിയാൽ നിറയട്ടെ നിറയട്ടെ ഞങ്ങൾ നിറയട്ടെ യേശുവിൻ ആത്മാവാൽ നിറയട്ടെ രോഗം ശാപം ബന്ധനമെല്ലാം യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. നിർജീവമായ ആരോഗ്യം, നിർജീവമായ കോശങ്ങൾ, നിർജീവമായ ഞരമ്പുകൾ യേശുവിന്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ നിർജീവമായവ ശക്തീകരിക്കുവാൻ ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. നിർജീവമായവ ശക്തീകരിക്കും യേശുവിൻ ആത്മാവാൽ നിറയട്ടെ രോഗം ശാപം ബന്ധനമെല്ലാം യേശുവിൻ നാമത്തിൽ അഴിയട്ടെ നിർജീവമായവ ശക്തീകരിക്കും യേശുവിൻ ആത്മാവാൽ നിറയട്ടെ യേശുവിൻ ശക്തിയാൽ നിറയട്ടെ യേശു രക്തത്തിൻ ശക്തിയാൽ നിറയട്ടെ യേശുവിൻ ശക്തിയാൽ യേശുവിൻ ശക്തിയാൽ നിറയട്ടെ യേശു രക്തത്തിൻ ശക്തിയാൽ നിറയട്ടെ ദുഷ്ടാത്മസേനയോട് ദുഷ്ടാത്മസേനയോട് എതിർത്തു നിൽപ്പാൻ യേശുനാമത്തിൻ ശക്തിയാൽ നിറയട്ടെ ദുഷ്ടാത്മസേനയോട് എതിർത്തു നിൽപ്പാൻ യേശുനാമത്തിൻ ശക്തിയാൽ നിറയട്ടെ നിറയട്ടെ ഞങ്ങൾ നിറയട്ടെ യേശുവിൻ ശക്തിയാൽ നിറയട്ടെ യേശുവിൻ നാമത്തിൽ നിറയട്ടെ ഞങ്ങൾ നിറയട്ടെ യേശുവിൻ ആത്മാവാൽ നിറയട്ടെ യേശുവിന്റെ ശക്തിയാൽ യേശുവിൻ ശക്തിയാൽ നിറയട്ടെ യേശു രക്തത്തിൻ ശക്തിയാൽ നിറയട്ടെ യേശുവിൻ ശക്തിയാൽ നിറയട്ടെ യേശു രക്തത്തിൻ ശക്തിയാൽ നിറയട്ടെ ദുഷ്ടാത്മസേനയോട് എതിർത്തു നിൽപ്പാൻ യേശുനാമത്തിൻ ശക്തിയാൽ നിറയട്ടെ
ആത്മസേനയോടെ തുതിപ്പാൻ യേശുനാമത്തിൻ ശക്തിയാൽ നിറയട്ടെ നിറയട്ടെ ഞങ്ങൾ നിറയട്ടെ യേശുവിൻ ശക്തിയാൽ നിറയട്ടെ നിറയട്ടെ ഞങ്ങൾ നിറയട്ടെ യേശുവിൻ ആത്മാവാൽ നിറയട്ടെ നിറയട്ടെ ഞങ്ങൾ നിറയട്ടെ യേശുവിൻ ശക്തിയാൽ നിറയട്ടെ ആമേൻ ആമേൻ നിറയട്ടെ ഞങ്ങൾ നിറയട്ടെ യേശുവിൻ ആത്മാവാൽ നിറയട്ടെ ഹല്ലേലൂയ 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 ദാഹത്തോടെ ആരാധിക്കാം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ നിറയട്ടെ നിറഞ്ഞ് കവിയട്ടെ ആമേൻ ആമേൻ ഹല്ലേലൂയ 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 നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം അവന്റെ ശക്തിയാൽ നിറയുവാൻ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ നിറയുവാൻ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നിറയുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുവാൻ നമുക്കെതിരെ മത്സരിക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികളെ അന്ധകാര ശക്തിയുടെ കർത്തൃത്വങ്ങളെ എല്ലാ പോരാട്ടങ്ങളെ ജയിക്കുവാനുള്ള കൃപ അഭിഷേകമായി യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നമ്മിൽ നിറയട്ടെ എല്ലാ പാപ ആസക്തികളെ എല്ലാ ജഡീക ആസക്തികളെ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെ അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ജയിക്കുവാനുള്ള കൃപ അഭിഷേകമായി നിറഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ദൈവത്തിന്റെ ശക്തിയാൽ നിറയുവാൻ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ നിറയുവാൻ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നിറയുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുവാൻ നമ്മെ തന്നെ പൂർണ്ണമായും യേശുവിന്റെ തിരുമുറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, നിന്റെ കൃപയാൽ അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തിയെയും ചവിട്ടുവാൻ നിർവീര്യമാക്കുവാൻ അവിടുത്തെ കൃപയാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ജഡത്തിന്റെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന എല്ലാ പാപ ശാപ രോഗബന്ധനങ്ങളെ ജയിക്കുവാൻ അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. യേശുവേ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പിതാവേ, അടുത്ത പുത്രനായ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ തിരുമുറിവിലേക്ക് ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അമിത ബലത്താൽ ഞങ്ങൾ ശക്തി പ്രാപിക്കുവാൻ, ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്ന എല്ലാ ദുഷ്ടന്റെ ആധിപത്യങ്ങളെ ജയിക്കുവാനുള്ള കൃപയും ശക്തിയും അഭിഷേകവും ഈ ആരാധനയിലൂടെ ഞങ്ങളുടെ മേൽ അഭിഷേകമായി ചൊരിയുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, സകല മാലാഖമാരോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന്, പരിശുദ്ധനായ ദൈവമേ, ബലവാനായ ദൈവമേ, ഇന്നും ജീവിക്കുന്ന ഏക സത്യ നിത്യദൈവമായ കർത്താവായ യേശുവേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ സ്തുതി.